കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. എന്നാൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മെഡിസെപ്പ് പദ്ധതി പ്രകാരം ചികിത്സ തേടിയവർ അവതാളത്തിലായ അവസ്ഥയാണ്. പദ്ധതി കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇൻഷുറൻസിനായി അപേക്ഷിച്ച 1.25 ലക്ഷത്തോളം പേരുടെ ക്ലെയിമുകളാണ് വിവിധ കാരണങ്ങളാൽ ഇതുവരെ നിരസിക്കപ്പെട്ടതായും ഇതിലൂടെ ഏകദേശം 100 കോടിയിലധികം രൂപയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് നഷ്ടമായെന്നും കണക്കുകൾ പറയുന്നു. മെഡിസെപ്പ് നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സകൾക്ക് ക്ലെയിമും ലഭിക്കാറില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത്യാഹിത ഘട്ടങ്ങളിൽ നടത്തുന്ന ചികിത്സകൾ പോലും പാക്കേജിന് പുറത്താണെന്ന കാരണത്താൽ തള്ളപ്പെടുകയും ചെയ്യാറുണ്ട്. എംപാനൽ ചെയ്യപ്പെടാത്ത ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ക്ലെയിം നിരസിക്കപ്പെടാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഡിസ്ചാർജ് സമ്മറി, ബില്ലുകൾ, മറ്റ് മെഡിക്കൽ രേഖകൾ എന്നിവ സമർപ്പിക്കുന്നതിലെ സാങ്കേതിക പിഴവുകൾ, പ്ലാൻ ചെയ്ത സർജറികൾക്കും മറ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങുന്നതിൽ വരുന്ന വീഴ്ചകൾ, ഇവയൊക്കെ ക്ലെയിം നിരസിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. മെഡിസെപ്പിലെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രമുഖ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണമില്ലായ്മ തന്നെയാണ്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന പാക്കേജ് നിരക്കുകൾ വളരെ കുറവാണെന്നും ആ തുകയ്ക്ക് ചികിത്സ നൽകാൻ കഴിയില്ലെന്നുമാണ് വൻകിട ആശുപത്രികളുടെ നിലപാട്. ചികിത്സ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആശുപത്രികൾക്ക് പണം ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഇത് പല ആശുപത്രികളെയും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രീമിയം തുക വർദ്ധിപ്പിച്ചിട്ടും ചികിത്സാ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഓരോ ജീവനക്കാരനും പെൻഷൻകാരനും പ്രതിമാസം നൽകുന്ന പ്രീമിയം 500 രൂപയിൽ നിന്ന് 810 രൂപയായി വർദ്ധിപ്പിച്ചിട്ടും ഗുണനിലവാരമുള്ള സേവനം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രതിവർഷം ഏകദേശം 6000 രൂപ ഓരോ വ്യക്തിയിൽ നിന്നും ഈടാക്കുമ്പോൾ സർക്കാരിന് വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനിക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിനാനുപാതികമായ പരിരക്ഷ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇത്തരത്തിൽ ക്ലെയിം നിരസിക്കപ്പെടുമ്പോൾ ചികിത്സാ തുക മുഴുവൻ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ പെൻഷൻകാരെയും ജീവനക്കാരെയും വലിയ കടക്കണിയിലേക്കാണ് തള്ളിവിടുന്നത്. പലപ്പോഴും ഇൻഷുറൻസ് ഉണ്ടെന്ന ധൈര്യത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവർക്ക് ഡിസ്ചാർജ് സമയത്താണ് ക്ലെയിം ലഭിക്കില്ലെന്ന വിവരം അറിയാൻ കഴിയുന്നത്. മെഡിസെപ്പ് 1ാം ഘട്ടത്തിലെന്ന പോലെ 2ാം ഘട്ടത്തിലും പല ആശുപത്രികളും വൻതുക ഈടാക്കുന്ന രീതി തന്നെ തുടരുകയാണ്. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാത്തത് മൂലമുള്ള സാങ്കേതിക തകരാറുകളും പതിവാണ്. എന്നാൽ അത് മുതലെടുക്കുകയാണ് പല ആശുപത്രികളും. സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി ആശുപത്രികൾ ക്യാഷ്ലെസ് സൗകര്യം അനുവദിക്കാതെ പണം മുൻകൂട്ടി വാങ്ങും. രോഗിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വേളയിലും ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ തകരാറിന്റെ പേരിൽ രോഗിയിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട്. സർക്കാരുമായുള്ള കരാർ പ്രകാരമാണെങ്കിൽ ഓരോ രോഗത്തിന്റെ ചികിത്സയ്ക്കും നിശ്ചിത തുക മാത്രമേ ആശുപത്രികൾ ബിൽ ചെയ്യാവൂ എന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ലെന്നതാണ് സത്യം. പകരം ഉയർന്ന തുക ബിൽ ചെയ്ത് കരാർ പ്രകാരമുള്ള തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ബാക്കി രോഗിയിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന തുക വളരെ കുറവാണെന്നാണ് ആശുപത്രികളുടെ വാദം. മെഡിസെപ്പ് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവ പൂർണ്ണമായും ഫലപ്രദമായിട്ടില്ലെന്നതാണ് സത്യം. പരാതി പരിഹാരത്തിനായി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അപ്പീൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ക്ലെയിം നിരസിക്കപ്പെട്ടാൽ 15 ദിവസത്തിനകം അപ്പീൽ നൽകാൻ ഗുണഭോക്താക്കൾക്ക് അവസരമുണ്ട്. ചുരുക്കത്തിൽ മികച്ച ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ കർശനമായ നിബന്ധനകളും ആശുപത്രികളുടെ നിസ്സഹകരണവും കാരണം സാധാരണക്കാർക്ക് മെഡിസെപ്പ് ഇപ്പോൾ ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നൽകുന്ന ആരോഗ്യ പരിരക്ഷയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന്റെ ചികിത്സാ ആനുകൂല്യങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്.